കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 39 മുതലുള്ള തിരുവചന ഭാഗം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളുകളിൽ വളരെ പ്രധാനപ്പെട്ട 2 തിരുനാളുകളാണ്. ഒന്ന് യേശുവിൻ്റെ സ്വർഗാരോഹണം, അസെൻഷൻ. രണ്ടാമത്തേതാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം, അതാണ് അസംഷൻ. ഈ 2 തിരുനാളുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ, പാപം ഒരു മനുഷ്യനിലൂടെ പ്രവേശനം നടത്തിയെങ്കിൽ അതിന് പരിഹാരമായിട്ട് മറ്റൊരു മനുഷ്യൻ വന്നു. ആദം, രണ്ടാമത്തെ ആദമായ യേശുക്രിസ്തു. വീണ്ടും നമ്മൾ കാണുകയാണ്, പാപം ഒരു സ്ത്രീയിലൂടെ രംഗപ്രവേശനം നടത്തിയെങ്കിൽ മറ്റൊരു സ്ത്രീയിലൂടെ അതിന് പരിഹാരമുണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഹവ്വായും രണ്ടാമത്തെ ഹവ്വ മറിയും. ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഒരു സമ്മറി നമുക്ക് തരുന്നത് കാണാൻ പറ്റും. മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ടത്. നമ്മൾ കാണുന്ന മറിയം ഒരു സന്ദർശനത്തിന് തയ്യാറായി എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്നു. 2 സ്ത്രീകൾ അസാധാരണമായ രീതിയിൽ ഗർഭിണിയായതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് എലിസബത്ത്, അവൾ പ്രായമായ ആ സമയത്താണ് ഗർഭിണിയായത്. അതുപോലെ തന്നെ മറിയം, അവൾ യങ്ങായിരുന്നു, യുവതിയായിരുന്നു. പക്ഷെ നമ്മൾ കാണുന്നു, പുരുഷൻ്റെ ബീജത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചവൾ. നമുക്ക് കാണാൻ സാധിക്കും, പഴയ നിയമത്തിൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ഈ സ്നാപകനെയാണ് എലിസബത്ത് ഗർഭം ധരിച്ചിരുന്നത്. പിന്നെ നമ്മൾ കാണുന്നു, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ട് വന്ന യേശുക്രിസ്തു, യേശുക്രിസ്തുവിനെയാണ് പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുകയാണ്, 2 പേരും ഒന്നിച്ചു വന്നപ്പോൾ അവിടെയുണ്ടായ ആഹ്ലാദം. ഇനി അവളെ കണ്ട വ്യക്തി മാത്രമല്ല,
എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പോലും സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മൾ അഭിഷേകത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ അഭിഷേകം ഉള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവര്, അതുപോലെ തന്നെ നമ്മൾ ഗർഭം ധരിക്കുന്ന മക്കള്, അവർക്കൊക്കെ ഈ അഭിഷേകത്തിൽ പങ്കുചേരാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയം ഒരു മാതൃകയാണ്, മധ്യസ്ഥയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവൾ സ്വർഗീയ റാണിയാണ്. ശരീരരക്തങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവളുടെ ജീവിതത്തിന് അതിന് ആനുപാതികമായിട്ടുള്ള ഒരു അവകാശവും അതുപോലെ തന്നെ ഒരു സമ്മാനവുമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ദൈവം അനുവദിച്ചത് എന്ന് നമുക്കറിയാം. രണ്ടാമതൊന്ന് നമ്മൾ കാണുന്നുണ്ട്, അവൾ ദൈവമാതാവാണ്. യേശുവിൻ്റെ അമ്മ, യേശു ദൈവമായതുകൊണ്ട് ദൈവമാതാവാണ്. മൂന്നാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, അതാണ് ശിഷ്യത്വത്തിന് മാതൃകയായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ശിഷ്യത്വം, നമ്മളൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും, ശിഷ്യരായി മാറാൻ. യോഹന്നാൻ 12:26 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിട്ട് മാറണം. അങ്ങനെയുള്ളവരെ പിതാവായ ദൈവം ബഹുമാനിക്കും. പറയുണ്ട്, ശിഷ്യത്വം ഏറ്റെടുത്താണ് നമ്മൾ അപ്പസ്തോലന്മാരെ പോലെ ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടത്. ദൈവത്തോടു കൂടി ആയിരിക്കുകയും ദൈവത്താൽ അയക്കപ്പെടുകയും ചെയ്യുക. നല്ല പ്രാർത്ഥനാ ജീവിതമില്ലാത്തവർക്ക് ശിഷ്യത്വം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പറയുണ്ട്, ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 2 കാര്യം, മറിയം മധ്യസ്ഥയും അതുപോലെ തന്നെ മറിയം മാതൃകയുമാണ്. ഇവ രണ്ടും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറിയത്തിൻ്റെ മാധ്യസ്ഥം, മറിയം ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിൽ, കുടുംബത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിൽ അതൊരു കുറവാണ് എന്നാണ് വിശുദ്ധർ പഠിപ്പിച്ചിരിക്കുന്നത്. പല വിശുദ്ധരും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ മറിയത്തിന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സ്ഥാനമുണ്ടെങ്കിൽ അതൊരു നിറവായി മാറും. അത് മരിയഭക്തിയുള്ളവർക്കറിയാം, ജപമാല ചൊല്ലുന്നവർക്കറിയാം. അത് ചൊല്ലുമ്പോഴും ചൊല്ലാത്തപ്പോഴുമുള്ള വ്യത്യാസം, മറിയത്തെ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കാത്തപ്പോഴുമുള്ള ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. പള്ളി പോകുമ്പോഴും പോകാത്തപ്പോഴുമുള്ള വ്യത്യാസം നമുക്കറിയാം. വിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാന സ്വീകരണം നടത്തുമ്പോഴും അതില്ലാത്തപ്പോഴുമുള്ള വ്യത്യാസം നമുക്കറിയാം. പറയുണ്ട്, ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. അല്ലാതെ വല്ലവരും പറഞ്ഞതിൻ്റെ പേരിലോ അങ്ങനെയുള്ള മാനുഷികമായ പരിഗണനയുടെ പേരിലോ അല്ല നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാകേണ്ടത്. പരിശുദ്ധ കന്യാമറിയത്തെ ശരിക്കും മനസ്സിലാക്കി ആ അമ്മയുടെ സാന്നിധ്യം തരുന്ന നിറവ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും വിവരദോഷികൾ വിവരമില്ലാതെ സംസാരിക്കും. അത് കേട്ട് അതനുസരിക്കേണ്ടവരല്ല ദൈവമക്കൾ. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരും സത്യം അറിഞ്ഞവരുമായിട്ട് നമ്മൾ മാറണം എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാവുന്ന ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിലൊന്ന് അഗാധമായ എളിമ. അഗാധമായ എളിമ. എളിമ എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മൾക്ക് ജീവിതം ദൈവത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. യേശു തന്നെ പിതാവിൻ്റെ ഇഷ്ടം ഭക്ഷണമാക്കിയവനാണ്. അതുകൊണ്ടാണ് യേശു വിനയാന്വിതനായിരുന്നു എന്ന് പറയാൻ പറ്റുക. അതല്ല നമ്മൾ കുനിഞ്ഞു നടക്കുന്നത് കൊണ്ടോ നമ്മൾ അങ്ങനെയുള്ള ചില ബാഹ്യമായ അടയാളങ്ങൾ കാണിക്കുന്നത് കൊണ്ടോ അതൊന്നും എളിമയാകണമെന്നില്ല. നമുക്ക് ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്ത് യേശുവിനെ പോലെ മറിയത്തെ പോലെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ സാധിക്കുന്നവർ എളിമയുള്ളവരാണ്. ഇനി അത് തന്നെയാണ് രണ്ടാമതൊരു കാര്യം കൂടി മറിയത്തിൽ കാണാൻ സാധിക്കും, സജീവ വിശ്വാസം. ഈ സജീവ വിശ്വാസവും അത് നമ്മൾ പ്രകടമാക്കേണ്ടത്, നമ്മളിലുണ്ട് എന്ന് പ്രകടമാക്കേണ്ടത് ദൈവത്തിന് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട്
വിട്ടുകൊടുക്കുന്നതിലൂടെയാണ്. ദൈവം നമ്മെ ഭരിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. വിശുദ്ധ അമ്മ ത്രേസ്യ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം വേണേൽ 99% വിട്ടുകൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചാലും ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ 9% കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് വലിയ കാര്യമായിട്ടാണ് കാണുക. ഇവിടെ വിശുദ്ധ പറയാണ് 99% കൊടുത്തിട്ടുണ്ടെങ്കിലും ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങളതൊന്ന് 100% ആക്കി നോക്കിക്കേ, 100%. അതൊന്നാക്കി നോക്കിക്കേ. നമ്മുടെ സമർപ്പണം 100% ആണെങ്കിൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അതാണ് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്. പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു സമർപ്പണത്തിന് നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, മറിയത്തിലേക്ക് നോക്കിയാലും യേശുവിലേക്ക് നോക്കിയാലും നമ്മൾ കാണുന്നത് അനുസരണത്തിന് പെർഫെക്റ്റ് എക്സാമ്പിൾ, ഏറ്റവും നല്ല മാതൃകയായിട്ട് മറിയത്തെ കാണാൻ പറ്റും. അതിലുപരി യേശുവിനെ കാണാൻ പറ്റും. ഫിലിപ്പിയർ 2:8 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി. അതിനപ്പുറത്തോട്ട് തന്നെ വരാനുള്ളത് പെർഫെക്റ്റ് ഒബീഡിയൻസ്. കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുരിശിൽ മരിക്കാൻ പോലും തയ്യാറായ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഇവരിൽ നിന്നൊക്കെയാണ് അനുസരണം നമ്മൾ പഠിക്കേണ്ടത്. ഇനി അങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അത് നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻസ് ഡേ. നമുക്കറിയാം, വചന വെളിച്ചത്തിലാണ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഗലാത്യർ 5-ാം 1 13 എടുത്താൽ ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു, അതിൽ നിങ്ങൾ നിലനിൽക്കണം. അടിമത്തത്തിൻ്റെ നുകത്തിന് നിങ്ങൾ വിധേയരാകരുത്. അടിമത്തം അത് ദൈവമക്കൾക്ക് ഗുണകരമല്ല എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ജോൺ പോൾ 2 മാർപ്പാപ്പ, അതുപോലെ മറ്റു പല വിശുദ്ധര്, പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികൾ അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അടിമത്തം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കണതല്ല. അടിമത്തം എന്ന് പറഞ്ഞാൽ കൈകാലുകളിൽ ചങ്ങലകളും വിലങ്ങുകളും വീഴുന്നതല്ല. അതിൽ നിന്ന് മോചനം കിട്ടുമ്പോഴേ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ചിന്തിക്കരുത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയും ദ മൈറ്റ് ടു ഡു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം. നമുക്ക് കാണാൻ സാധിക്കും, സ്നാപക യോഹന്നാൻ ഹെറോദേസിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ശരിയല്ല, നിന്റെ ജീവിതം ശരിയല്ല. അങ്ങനെ ശരിയായി ജീവിക്കാത്തവർക്ക് ഫ്രീഡമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമില്ലാത്തവരും ഫ്രീഡം അനുഭവിക്കുന്നവരല്ല. പറയേണ്ടത് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റമുണ്ടാകണം. സ്നാപക യോഹന്നാൻ മരണത്തെ ഭയപ്പെട്ടില്ല. നമുക്കറിയാം, ഇന്നത്തെ വായനകളിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, അവസാന ശത്രുവായ മരണത്തെ പോലും യേശു കീഴടക്കി. പറയുണ്ട്, യഥാർത്ഥ രക്ഷ, യഥാർത്ഥ സ്വാതന്ത്ര്യം ഇതെല്ലാം നമുക്ക് ലഭിക്കേണ്ടത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, പാപം. യോഹന്നാൻ 8:34 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ സ്വതന്ത്രനല്ല, അവൻ അടിമയാണ്. പാപത്തിൻ്റെ അടിമത്തം അത് മാറ്റിയെടുക്കാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. രണ്ടാമത്തേതാണ് പൈശാചിക ബന്ധനത്തിൻ്റെ അടിമത്തം. ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മേഖലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ലൂക്ക 13:16 വായിച്ചാൽ ഒരു സ്ത്രീ 18 വർഷം ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടന്ന, സാത്താൻ അവരെ ബന്ധിച്ചിരുന്നു. യേശു അവളെ റിലീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അവൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പറയുണ്ട്, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ അടിമത്തം നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം മോചിതനാകണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മൂന്നാമതൊന്നാണ് ജഡത്തിൻ്റെ ലോകത്തിൻ്റെ അടിമത്തം. ഇന്ന് പ്രായഭേദമന്യേ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ വന്നുകൂടിയിരിക്കുന്ന ഒരു അടിമത്തം, ഇന്ന് ഈ മ്ലേച്ഛത, അതിൻ്റെ അടിമയായിട്ട് കഴിയുന്നവർ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പോണോഗ്രഫി പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ പറ്റത്തില്ല.
അതുപോലെ അതിൻ്റെ അടിമത്തത്തിലേക്ക് പോയിരിക്കുന്ന വ്യക്തികൾ, അതുമൂലം പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, ആത്മീയ തിളക്കം നഷ്ടമായിട്ടുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള മേഖലകളിലാണ് സ്വാതന്ത്ര്യം നമ്മൾ വീണ്ടെടുക്കേണ്ടത്. ദൈവമക്കളായി നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപം ഉപേക്ഷിക്കാനും നന്മ ചെയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുമുള്ള ഒരവസ്ഥ. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതിലേക്കാണ് യേശു നമ്മെ കൈപിടിച്ചുയർത്തിയത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ അതിനുവേണ്ട അഭിഷേകത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം.